ഹലോ, ഞങ്ങളെല്ലാവരും കൂടി ഊട്ടിക്ക് വന്നിക്കാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും കുഞ്ഞോളും കുട്ടികളും പിന്നെ ഉമ്മയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പോന്നിട്ടുണ്ടായിരുന്നത്. ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു ട്രിപ്പ് പോന്നിട്ടുണ്ടായിരുന്നത്. രാത്രി ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിക്കായിരുന്നു. രാവിലേക്കുള്ള ഫുഡും അതേപോലെ തന്നെ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിക്കായിരുന്നു. ഞങ്ങൾ തലേ ദിവസം കിടക്കണതിൻ്റെ മുമ്പ് തന്നെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ പിന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കറി രണ്ടുക്കുള്ള കറി ഒന്നിച്ചാണ് ഞങ്ങൾ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് സ്റ്റവ് എടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ അതിന്മേണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെ കയ്യിൽ കുറച്ച് ബ്രെഡും കോഴിമുട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മക്കളുണ്ടാകും കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വിശക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടേ. അങ്ങനെ ഞങ്ങളൊരു 3 മണിയായപ്പോഴേക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചുരം കയറിയപ്പോഴാണ് ഈ ഒരു രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഏകദേശം 8 മണിയായപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചുരം കയറി തുടങ്ങിയപ്പോൾ തന്നെ മക്കളൊക്കെ തണുക്കൽ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ഇറങ്ങിക്കോ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉഷാറാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. രാവിലെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വണ്ടി കയറിയിട്ടേ പിന്നെ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. പിന്നെ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഓരോരുത്തരും എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് വണ്ടി കയറിയിട്ട് ഏരിയപ്പോക്ക് പാട്ടിട്ടപ്പോഴുള്ള ഓരോരുത്തരുടെ കളിയാണ് ഈ കാണുന്നത്. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ ഈ തേയിലത്തോട്ടമൊക്കെ കണ്ടപ്പോൾ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പോയി ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഞാനും കുഞ്ഞോളൊക്കെ ഫസ്റ്റ് ടൈമാണ് ഊട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നത്. മിന്നാജി ആദ്യം പോയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മയും പോയിട്ടുണ്ടായിരുന്നു ഊട്ടി. പിന്നെ പോണ വഴിക്ക് ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 30 രൂപയാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. മിന്നാജി പറഞ്ഞു അവിടെ കയറിയിട്ടൊന്നും കാണാനില്ലാന്ന്, വെറുതെ ആ ഒരു കുന്ന് മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ റേറ്റ് ചോദിച്ചപ്പോൾ ഒരാൾക്ക് 350 രൂപയാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിലും കയറില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ടിക്കറ്റൊക്കെ. അവിടെ ഒരാൾക്ക് 30 രൂപയായിരുന്നു ടിക്കറ്റിന്. ഇവിടേക്ക് 30 രൂപ കൊടുത്ത് വെറുതെ നഷ്ടമായിട്ടോ. വെറുതെ ഈ ഒരു 4 മരങ്ങളടിയിൽ കൂടെ നടക്കുക അത്ര തന്നെ, അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് ഞങ്ങൾ കടയിൽ കയറി 1-2 സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് ടീ ഫാക്ടറിക്കായിരുന്നു. ഞങ്ങൾക്ക് വഴിയും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടേ ഓരോരുത്തരോട് ചോദിച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടീ ഫാക്ടറി ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു. ഇവിടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ടീ ഫാക്ടറി മാത്രമേ ഉള്ളൂ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ചോക്ലേറ്റ് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുത്തെ ആൾക്കാരോട് അത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ പോയിട്ട് അങ്ങനെ തിരിച്ചു പോന്നിക്കായിരുന്നു. എന്ത് ഇവിടെ വരുന്നവർക്കൊക്കെ അവൽ ഓരോ ഗ്ലാസ് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ചായ. അങ്ങനെ ടീ ഫാക്ടറി ഒക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു.
കമ്പനി വക സാധനങ്ങൾ നീമോക്കില്ല. ഉച്ചക്കത്തെ ചോറ് നീമോളെ വെച്ച് പോളെ പൈസ ഒക്കെ കഴിഞ്ഞില്ല നമ്മള് വാങ്ങി തിന്നുമ്പോളോ ഇത്ര കറങ്ങിയപ്പോൾ അങ്ങനെ ടൈം ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടാനിട്ടേ ഞങ്ങൾ ഒരുപാട് കറങ്ങിയിട്ടാണ് പിന്നെയാണ് ഒരു ഗ്യാപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കും 3:30-4 മണിയായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയണ ഒരാളാണെങ്കിലേ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കവർ ചെയ്യായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ട് ഒക്കെ ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ പോയതും കൊണ്ട് തന്നെ ടൈം ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് നടന്ന് കാണാനുണ്ടോ. ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെങ്കിലും ഇതിൽ ഒരുപാട് നടക്കാനുണ്ട്. ഇവിടെ പിന്നെ നട്ടുച്ചയൊക്കെ ആയപ്പോൾ ഇങ്ങനെ ആ ഒരു മണി ടൈമിലൊക്കെ ഇവിടേക്ക് വെയിലിറച്ചപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിക്ക ഇങ്ങോട്ട് വാ. ഇത് വെയിലായിട്ട് കിട്ടണില്ലടി. അടണ്ട അങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. എന്താലേ പൂ പോലെ നിക്കല്ലേ. അതോ പൂവാ? ഈ ഒരു ഗാർഡനിൽ തന്നെ ഒരുപാട് നടന്ന് കാണാണ്ടായിരുന്നു. അങ്ങനെ ക്ഷീണിച്ച് ഞങ്ങളിങ്ങനെ കുറേയൊക്കെ ഒരു ഭാഗത്തിരിക്കും, പിന്നെയും കുറേ നടക്കും. അങ്ങനെ ഈ ഒരു ഗാർഡനെ ഞങ്ങൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് കുട്ടികൾക്ക് കുറച്ച് മുട്ടായിയും വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നടക്കാം. ഇത് കുട്ടികൾ എടുത്തിട്ട് നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും കുറേ ദൂരമൊന്നും നടക്കാൻ കഴിയില്ല. ഈശയിൽ കുറച്ചിങ്ങനെ നടക്കും. അപ്പോഴേക്കും ഇന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് പിന്നെ എടുത്തിട്ടാണ് അങ്ങനെ കുറേയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. കുറേയൊക്കെ നടന്ന് ക്ഷീണിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ നടക്കാനൊന്നും പോയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് കുട്ടികളായിട്ട് കമ്പനി ആയിട്ട് ഈശയിലും സ്വത്തൊക്കെ അവളുടെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പോയോ അതാ വിടണോ? അതാ മണ്ടിക്ക. അങ്ങനെ അത് അവിടെ ആരൊക്കെ ബബിൾസ് ഊതുണ്ടെന്ന് പറഞ്ഞിട്ടേ ബബിൾസ് വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് പിന്നെ നീച്ചുകൂട്ടി പോയിട്ട് അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഊതിയിട്ട് കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു.
ഹലോ ഗൈസ്, ഞങ്ങൾ ഊട്ടിയിലാണ് ഗൈസ്. എന്താ തണുപ്പാ ഗൈസ് ഊട്ടിയില്. ഉച്ചക്ക് ഞങ്ങൾ വന്നപ്പോ കുറച്ചുള്ളൂ തണുപ്പേ. ചൂട് എന്തൊരു തണുപ്പാണല്ലേ. ഇന്നെ കാണിച്ച് ഞാൻ പറയുമ്പോ ആയിക്കോട്ടെ കാറ്റിന്റെ എന്തൊരു തണുപ്പാണ്. വെയിലുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പെരും തണുപ്പാണ്. വെയിലൊക്കെ ഉണ്ട് പക്ഷെ മുട്ട തണുപ്പാണ്. ജിലു ബാർഗൈനിങ് ആണ്. ഏതാ പെട്ടെന്ന് എന്തോ കളിയാടിയിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഒരു ഗാർഡനിലത് പിന്നെ ഞങ്ങൾ വേറെ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടുന്ന് ഒരു 6:30 മണിയായപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയിട്ട് മക്കൾക്ക് ബ്രെഡും കോഴിമുട്ടയൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടേ പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു. 1:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചുരം ഇറങ്ങിയപ്പോൾ ബ്ലോക്ക് ആയിട്ട് അങ്ങനെ ഒരുപാട് ടൈം ബ്ലോക്കിൽ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കിന് ഏകദേശം 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.